എൻ്റെ പേര് അമൃത. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഡൽഹിയിലായിരുന്നു താമസം. എനിക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾക്കൊരു 2 വയസ്സായപ്പോൾ എനിക്ക് സർക്കാർ ജോലി കിട്ടി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. എനിക്ക് തീരെ താല്പര്യമില്ലെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ ഗവൺമെൻറ് ജോലി. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്ന് ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ നേരത്തെ പഠിച്ചിരുന്ന എൻ്റെ ക്ലാസ്മേറ്റായ ഒരു ചെറുക്കനായിരുന്നു. അവനും ഞാനും അന്നേ നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ എനിക്കവിടെ വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിയെ കണ്ടാൽ നല്ല കറുത്ത തടി ഉള്ള ഒരു ശരീരം, വലിയ മീശയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പുള്ളിയോട് എപ്പോഴും മിണ്ടാറില്ലായിരുന്നു. എല്ലാവർക്കും ഒരു തരം പേടിയായിരുന്നു പുള്ളിയെ. പക്ഷെ ഞാനുമായി നല്ല കൂട്ടായതുകൊണ്ട് എനിക്ക് പുള്ളിയെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ തീരെ മെലിഞ്ഞ് പ്രായം തോന്നാത്ത ഒരു സ്ത്രീയായിരുന്നു. ആരും എനിക്കൊരു കുട്ടിയുണ്ടെന്നോ കല്യാണം കഴിച്ചാണെന്നോ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും പറയില്ല. പലരും എന്നോട് അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ട്, ഓ നീ കല്യാണം കഴിച്ചതായിരുന്നോ, ചെറിയ കുട്ടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന്. എനിക്കത് വളരെയധികം ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ജോലിക്ക് കയറി 6 മാസമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു പൈസയ്ക്ക് ആവശ്യം വന്നു. ശമ്പളം കിട്ടാനായിട്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്നൊരാവശ്യം വന്നതുകൊണ്ട് ആരോട് ചോദിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, എൻ്റെ ഫ്രണ്ടുണ്ടല്ലോ, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അവനോട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അന്ന് രാവിലെ തന്നെ ഞാൻ അവനെ കാണാൻ പോയി. അവൻ്റെ റൂമിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ ഉടനെ തന്നെ അവൻ പേഴ്സ് തുറന്ന് പൈസ എടുത്ത് എണ്ണാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് നീ ഇന്നലെ അറ്റൻഡൻസിൽ ഒപ്പിട്ടില്ല എന്ന് തോന്നുന്നു, അറ്റൻഡൻസ് ദേ ഇവിടെ ഇരിപ്പുണ്ട്, നീ ഒന്ന് ഒപ്പിട്ടിട്ട് പോക്കോ, വെറുതെ ഇനി സാറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാൻ നിൽക്കണ്ട നീ. ഞാൻ കുനിഞ്ഞ് അവിടെ നിന്ന് ഒപ്പിട്ടു. എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഉള്ള കപ്പളങ്ങ കുലകളൊക്കെ നന്നായി മൂത്ത് കിടക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. ഞാനൊന്ന് വരട്ടെ വൈകുന്നേരം, എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് കപ്പളങ്ങ പറിച്ച് തരുമോ നീ എന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട്, പിന്നെന്താ, എന്തായാലും തരാം, 2-3 മത്തങ്ങയും കൂടി തരുമോ എന്ന് ചോദിച്ചു. 2 എണ്ണമേ ഉള്ളൂ, എന്തായാലും വാ തരാമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ, വീട്ടിലാർക്കെങ്കിലും? ഒരു കുഴപ്പവുമില്ല, വൈകിട്ട് വന്നോളൂ, എന്തായാലും എനിക്ക് ഇത്രയും സഹായം ചെയ്തതല്ലേ, ഞാനും എന്തെങ്കിലും സഹായം തിരിച്ച് ചെയ്യണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സിന് സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വന്നു. കപ്പളങ്ങയും മത്തങ്ങയും എല്ലാം ഞാൻ സമ്മാനിച്ചു. എനിക്ക് നല്ല സമാധാനം കിട്ടി. ഒരു ഉപകാരം തിരിച്ച് ചെയ്യാൻ പറ്റിയതിലുള്ള സമാധാനം സംതൃപ്തിയും എന്നിലുമുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. സാധാരണ പോകുന്നതിൽ നിന്നും കുറച്ച് വൈകിയായിരുന്നു അന്ന് ജോലി കഴിഞ്ഞത്. പോരാത്തതിനാണെങ്കിൽ നല്ല മഴയും. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ബസ്സിൽ കയറി. എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട്, വേറെ ആണുങ്ങളാരും വീട്ടിലില്ലാത്തത് കൊണ്ടും എനിക്ക് ഓഫീസിൽ പോകാനും തിരിച്ചു വരാനും ബസ്സല്ലാതെ മറ്റൊരാശ്രയങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബസ്സിൽ കയറി പോയി വരുന്നതായിരുന്നു പതിവ്. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. ഞാനാണെങ്കിൽ നന്നായി മഴ നനഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പിന്നിലേക്ക് തള്ളി ഉള്ളിലേക്ക് ഞാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നപ്പോൾ വളരെ അസ്വസ്ഥത തോന്നി. കാരണം നന്നായി നനഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ തിക്കും തിരക്കും. പിന്നെ വേണ്ടത്ര വെളിച്ചവും ആ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. മഴ ആയതുകൊണ്ട് ഷട്ടറെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വല്ലാത്തൊരു മണവും ഇടുക്കും. ഒരാളെ ചേർന്നാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് ഇടുക്കും ബുദ്ധിമുട്ടുമായിരുന്നു ബസ്സിനുള്ളിൽ. പക്ഷേ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴുമെന്നുള്ള പേടിയുമില്ല. കാരണം അവിടെ അത്ര തിരക്കാണ്. ഒരാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ
നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ വല്ലാത്തൊരു സഫോക്കേഷനായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ പുറകിൽ നിന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൂട്ടുകാരനായിരുന്നു. അയ്യോ, നീ ഇതിലുണ്ടായിരുന്നോ? നിൻ്റെ തൊട്ട് പുറകിൽ ഞാനാ നിന്നത്, പക്ഷേ ഞാൻ നിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞു. ഓ, അത് നീയായിരുന്നോ? ഞാൻ കരുതി എനിക്കറിയാത്ത ആരോ ആണ് എന്നാണ്. അങ്ങനെ കുശലം പറഞ്ഞിട്ട് വൈകിട്ട് എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ നന്നായി സംസാരിച്ചു. ഫോൺ നമ്പർ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇക്കാലത്ത് വളരെയധികം എളുപ്പമായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി സുഹൃത്തുക്കളായി നല്ലപോലെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സിനിമയ്ക്ക് പോകാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സമ്മതം മൂളി. ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് പലപ്പോഴും സിനിമയ്ക്ക് പോകാറില്ലായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള മൂഡും തോന്നാറില്ല. അതുകൊണ്ട് നല്ലൊരു സിനിമ വന്നപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഞാൻ സമ്മതം മൂളി. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അന്നത്തെ കാലത്ത് തിയേറ്ററിലൊന്നും ക്യാമറയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയത് ആരും കണ്ടുപിടിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ സിനിമയ്ക്ക് പോയിരുന്നപ്പോൾ കൂരാക്കൂരിരുട്ട്. അറിയാമല്ലോ, സിനിമ തിയേറ്ററിൽ സിനിമ തുടങ്ങിയാൽ ഇരുട്ടാണെന്ന്. അങ്ങനെ ഞങ്ങൾ സിനിമ മുഴുവൻ നന്നായി ആസ്വദിച്ചു. നല്ല ഒരു സിനിമയായിരുന്നു. സിനിമയുടെ കഥാപാത്രങ്ങളും കഥയും എല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒന്നും കൂടെ കാണണോ എന്നെന്നോട് ചോദിച്ചപ്പോഴും അത്ര ആസ്വാദകരമായതുകൊണ്ട് വീണ്ടും കാണാമെന്ന്, വീണ്ടും ആഴ്ചയിൽ ഒരു സിനിമയ്ക്കെങ്കിലും വരാമെന്നും ഞാൻ സമ്മതിച്ചു. പിന്നെ സിനിമയ്ക്ക് പോക്ക് ഞങ്ങൾ സ്ഥിരമായി പോകാൻ തുടങ്ങി. ഇതെങ്ങനെയോ ഹസ്ബൻഡ് അറിഞ്ഞു എന്ന് തോന്നുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു ശകാരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എനിക്ക് കൃഷികളിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ എൻ്റെ കൃഷിസ്ഥലമെല്ലാം വരണ്ടുണങ്ങിപ്പോയിരുന്നു. അതിൽ പിന്നീട് ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ കൃഷിസ്ഥലം നനയ്ക്കാൻ തുടങ്ങി. നനച്ച് അതിൽ വിളവെടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. നല്ല കപ്പളങ്ങാക്കുലയും മത്തങ്ങയുമൊക്കെ സമ്മാനിക്കാമെന്ന് ഞാൻ വിചാരിച്ചു മറ്റുള്ളവർക്ക്. അങ്ങനെ ഞാനതിനെ സീരിയസായി ചിന്തിച്ചു. എൻ്റെ കൃഷിസ്ഥലത്ത് വിളവെടുക്കാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടി വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല കൃഷികളും നടത്തി. അതൊക്കെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇത് മറ്റൊരാൾ അറിഞ്ഞാൽ കുഴപ്പമാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. എൻ്റെ മത്തങ്ങയും കപ്പളങ്ങയും എല്ലാം ഞാൻ പുറത്ത് വിൽക്കാനും തുടങ്ങി. എൻ്റെ ജീവിതം, മറ്റു വരുമാനങ്ങളും എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജീവിതം ഞാൻ ആസ്വദിച്ചു തുടങ്ങി. എൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കൾ പൂക്കാനും നല്ല തേൻ ചുരത്താനും തുടങ്ങിയിരുന്നു.